ദുബായിൽ അറബികൾ ബിരിയാണി കഴിക്കുകയും ഇന്ത്യക്കാർ കഞ്ഞിയും കപ്പയും കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോൾ ബോട്സ്വാനയിൽ നാട്ടുകാർ പട്ടിണിയിലും ഇന്ത്യക്കാർ സുഭിക്ഷമായ ലക്ഷൂറിയസ് ജീവിതശൈലിയിലുമാണ്. 8000-ഓളം ഇന്ത്യക്കാർ ബോട്സ്വാനയിൽ താമസിക്കുന്നുണ്ട്. അവരിൽ പകുതി പേർക്കും പൗരത്വം ലഭിച്ചിട്ടുമുണ്ട്. കൂടുതലും ഇന്ത്യക്കാർ റീറ്റെയിൽ ബിസിനസ്സുകാരും ഫാക്ടറി ഉടമകളും അധ്യാപകരും അക്കൗണ്ടിംഗ് പ്രൊഫഷനിലുള്ളവരുമാണ്. കേരള, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇന്ത്യക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അടുത്ത കാലത്താണ് ബോട്സ്വാനയിൽ വജ്രങ്ങൾ കുഴിച്ചെടുക്കാൻ ആരംഭിക്കുകയും ഒരു സമ്പന്ന രാജ്യമായി മാറുകയും ചെയ്തത്. അതോടുകൂടി ഇന്ത്യക്കാർ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ബോട്സ്വാനയിലേക്ക് താമസം മാറി. പൊതുവെ വിദേശികളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമാണ് ബോട്സ്വാനയെങ്കിലും ഇന്ത്യക്കാരെ വളരെ ഇഷ്ടമാണ്. അതിന് കാരണം ഇന്ത്യക്കാർ ആദ്യം അവർക്ക് ആവശ്യമുള്ള ജോലിക്കാർ, അതായത് അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാനേജ്മെന്റ് വിദഗ്ധരും ഒക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരെ അവർ 2 കൈ നീട്ടി സ്വീകരിക്കുവാൻ നിർബന്ധിതരായി. ഇന്ത്യയുടെ 8 ഇരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു രാജ്യമാണ് ബോട്സ്വാന. 23 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. കേരളത്തിന്റെ 15 ഇരട്ടി വലുപ്പമുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ അടുത്താണ് ബോട്സ്വാനയുടെ സ്ഥാനം. രാജ്യത്തിന്റെ 70% കലഹാരി മരുഭൂമിയാണ്. അടുത്ത കാലത്തായി ടൂറിസം മേഖലയിലും നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. എങ്കിലും എയ്ഡ്സ് ബാധിച്ച ആളുകളുടെ എണ്ണം രാജ്യത്തിൽ 3 ലക്ഷത്തിലധികം ഉള്ളതുകൊണ്ട് സാമ്പത്തിക മേഖലയ്ക്ക് കാര്യം ഒരു ചാലഞ്ചായി മാറിയിട്ടുണ്ട്. ജനങ്ങളാണെങ്കിൽ ലൈംഗിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് എയ്ഡ്സിൽ നിന്നും രക്ഷപ്പെടുവാൻ മാർഗങ്ങൾ ഒന്നും ഇല്ലതാനും. എങ്കിലും ഹോമോസെക്ഷുവാലിറ്റി ബോട്സ്വാനയിൽ നിയമവിരുദ്ധമാണ്. രാജ്യത്ത് സ്വന്തമായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വൈദ്യുതി ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഈ രാജ്യത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. എങ്കിലും ഭൂരിഭാഗം ജനങ്ങളും സെറ്റ്സ്വാന ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. രാജ്യത്തുള്ള ജനങ്ങളിൽ 77% ക്രിസ്ത്യാനികളാണ്. 5000-ഓളം മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. ദക്ഷിണേഷ്യൻ മുസ്ലിങ്ങളാണ് കൂടുതലും. 3000 ഹിന്ദുക്കളും 700-ഓളം ബഹായി വിശ്വാസക്കാരും ഇവിടെ താമസിക്കുന്നു. എങ്കിലും 20%-ഓളം നിരീശ്വരവാദികൾ ഈ രാജ്യത്തിലുണ്ട്. ഒരു രാജ്യത്തിലെ ജനങ്ങളിൽ 1%-ലധികം നിരീശ്വരവാദികളുണ്ടെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളിലും കൈകടത്തുവാനും തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകപക്ഷീയമായി മാറ്റുവാൻ തുടങ്ങും. കേരളത്തിൽ പകുതി ജനങ്ങൾ മാത്രമാണ് നിരീശ്വരവാദികളെങ്കിലും അവർ മുനിസിപ്പാലിറ്റി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള സ്ഥാനങ്ങൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. എഞ്ചിനീയർമാരും ബിസിനസ്സുകാരും ഒക്കെ ഇവിടെ നിരീശ്വരവാദികളായതുകൊണ്ട് പള്ളിക്കാർക്കും പട്ടക്കാർക്കും അമ്പലവാസികൾക്കും തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ബോട്സ്വാനയിൽ 20% നിരീശ്വരവാദികളുള്ളതുകൊണ്ട് പരസ്യമായി പള്ളിയിൽ പോകുവാനും അമ്പലത്തിൽ പോകാനും ആളുകൾക്ക് നാണക്കേടുണ്ട്. കാരണം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ശാസ്ത്രകാരന്മാരും അധ്യാപകരും ഡോക്ടർമാരും ഒക്കെ നിരീശ്വരവാദികളാണ്. മനുഷ്യരെ നേർവഴിക്ക് നടത്തുവാൻ മതങ്ങൾ ആവശ്യമാണെന്ന് നിരീശ്വരവാദികൾ ഒരിക്കലും സമ്മതിച്ചു തരികയില്ല. കേരളത്തിൽ ഇത്രയധികം മന്ത്രിമാരുണ്ടായിട്ടും ഒരു ഹിന്ദു പുരോഹിതനെയും മുസ്ലിം പണ്ഡിതനെയും ക്രൈസ്തവ മതമേലധ്യക്ഷനെയും കൂടി മന്ത്രിയാക്കുവാൻ ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിട്ടില്ല. എല്ലാ കാര്യങ്ങളും നിരീശ്വരവാദികൾ തീരുമാനിക്കുമ്പോൾ മനുഷ്യരുടെ നന്മയും സദാചാരബോധവും സത്യവും സമത്വവും ഇല്ലാതാവുകയാണ് ചെയ്യുക. ബോട്സ്വാനയുടെ തലസ്ഥാനം ഗാബോറോണി നഗരമാണ്. ദക്ഷിണാഫ്രിക്കയുടെ അതിർത്തിയോട് ചേർന്നാണ് ഗാബോറോണിയുടെ ലൊക്കേഷൻ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു നഗരമാണ് ഗാബോറോണി. 15 കിലോമീറ്ററോളം നീണ്ടു പരന്നു കിടക്കുന്ന ഒരു നഗരമാണിത്. 4 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു. ആധുനികമായ ധാരാളം ഷോപ്പിംഗ് മാളുകൾ ഈ നഗരത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. തലസ്ഥാന നഗരിയിലെ ബുൾ ആൻഡ് ബുഷ് റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു ഹാങ് ഔട്ടാണ്. പ്രത്യേകിച്ചും മീറ്റ് വിഭവങ്ങളാണ് ബുൾ ആൻഡ് ബുഷ് റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നത്. അതുപോലെ ബീഫ് ബാരൻ റെസ്റ്റോറൻറ്റ് നഗരത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ റെസ്റ്റോറൻ്റാണ്. വേട്ടമൃഗങ്ങളുടെ ഇറച്ചി ഇവിടെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മാൽവ പുഡിങ്ങും ഇവിടെ ലഭിക്കും. അതുപോലെ ചട്നി റെസ്റ്റോറൻറ്റ് മികച്ച ഇന്ത്യൻ ഭക്ഷണം നൽകുന്നു. ദോശ പോലെയുള്ള സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. അതുപോലെ കാരാവേല റെസ്റ്റോറൻറ്റ് മികച്ച പോർച്ചുഗീസ് ഭക്ഷണം നൽകുന്നു. സീ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പുറത്ത് പാഷ്യോയിൽ നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സാനിറ്റാസ് റെസ്റ്റോറൻറ്റ് ഒരു ഗാർഡൻ റെസ്റ്റോറൻ്റ് ആണ്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പവലിയൻ റെസ്റ്റോറൻറ്റ് ബുഫേ രീതിയിലാണ് ലഞ്ച് കൊടുക്കുന്നത്. അകത്ത് 96 പേർക്കും മുകളിൽ ടെറസിൽ 120 പേർക്കും ഇരിക്കുവാൻ സൗകര്യമുണ്ട്. അതുപോലെ എംബസി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത്. റിവർ വാക്ക് എന്ന പേരുള്ള മാളിൻ്റെ ഉള്ളിലാണ് എംബസി റെസ്റ്റോറൻറ്റ്. അതുപോലെ മഗ് ആൻഡ് ബീൻ റെസ്റ്റോറൻറ്റ് ഒരു ചെയിൻ കോഫി ഷോപ്പാണ്. ഇവിടെ ഒരു ബേക്കറിയുമുണ്ട്.
അതുപോലെ ഡെബണേഴ്സ് റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു പിസ്സ ജോയിൻ്റ് ആണ്. ഓതന്റിക്കായ ഇറ്റാലിയൻ പിസ്സ ഇവിടെ ലഭിക്കും. തലസ്ഥാന നഗരിയിലെ സർ സെററ്റ്സി ഖാമ ഇന്റർനാഷണൽ എയർപോർട്ട് ആഡിസ് അബാബയിലേക്കും നെയ്റോബിയിലേക്കും വിമാന സർവീസ് നടത്തുന്നു. ജോഹന്നാസ്ബർഗിലേക്കുള്ള വിമാനങ്ങളും ഇവിടെ ലഭിക്കും.